അസ്സലാമു അലൈക്കും. കുറഞ്ഞ വെജിറ്റബിൾസ് കൊണ്ട് ഒരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവർക്കും ഷാലോ സ്ട്രീമിലേക്ക് സ്വാഗതം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു മൺചട്ടിയാണ്. ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് സവോള, പച്ചമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, വെണ്ടയ്ക്ക, മുരിങ്ങക്കായ്, കിഴങ്ങ്, പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കോവയ്ക്ക, അതുപോലെ തന്നെ ബീൻസ്, പിന്നെ തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരല്പം ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അടച്ചേക്കാം. വെജിറ്റബിൾസിൻ്റെ താഴെയാണ് ഞാൻ വെള്ളം ആഡാക്കിയിട്ടുള്ളത്. ഇതൊന്ന് കുക്കായി വരുന്ന സമയം ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരര മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് നോക്കാം. അതൊന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയം ഞാൻ ഇതിലേക്ക് 2 അല്ലി കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ്. പുളി ഇട്ട് നമുക്ക് അവിയലുണ്ടാക്കാം, പക്ഷേ ഞാൻ ഉണ്ടാക്കാറ് തൈരിട്ടിട്ടാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഓവർ കുക്കായി കഴിഞ്ഞാൽ വെജിറ്റബിൾസ് എല്ലാം ഉടഞ്ഞു പോകും. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തേങ്ങ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ തൈരാണ് ആഡാക്കി കൊടുക്കുന്നത്. തൈരും കൂടെ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തൈരിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി അവിയൽ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്